ശിവായ. ഇന്ന് നമ്മൾ ശിവപുരാണത്തിന്റെ 5-ാം പേജിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മഹാദേവ ഭക്തരെല്ലാരും ശിവപുരാണം കേൾക്കുന്നുണ്ട് എന്ന് കരുതട്ടെ. ഇന്ന് നാം ശിവപുരാണത്തിന്റെ 5-ാം പേജ് വായിക്കാൻ തുടങ്ങുന്നു. ഇന്ന് നാം ശിവഭക്തിയുടെ ഹൃദയമായി കണക്കാക്കപ്പെടുന്ന മഹാമന്ത്രമായ നമഃശിവായ എന്ന പഞ്ചാക്ഷരമന്ത്രത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ശിവപുരാണം പറയുന്നത് ഈ 5 അക്ഷരങ്ങൾ സാധാരണ വാക്കുകൾ അല്ല. സൃഷ്ടിയുടെ അടിസ്ഥാന തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദിവ്യശബ്ദങ്ങളാണ്. ന ഭൂമിയെ, മ വെള്ളത്തെ, ശി അഗ്നിയെ, വാ വായുവിനെ, യ ആകാശത്തെ സൂചിപ്പിക്കുന്നു. ഈ 5 ഘടകങ്ങളാൽ തന്നെയാണ് ലോകവും മനുഷ്യശരീരവും നിർമ്മിതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമഃശിവായ ജപം സകല സൃഷ്ടിയുമായുള്ള ഏകത്വം ഓർമ്മിപ്പിക്കുന്നതെന്ന് ശിവപുരാണം വിശദീകരിക്കുന്നത്. ഈ മന്ത്രം ജപിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് ശാന്തമാകുന്നു. ചിന്തകൾ ശുദ്ധിയിലേക്ക് നീങ്ങുന്നു. ഭക്തിയോടെ, ഏകാഗ്രതയോടെ ഈ മന്ത്രം ആവർത്തിക്കുമ്പോൾ അഹങ്കാരം പതിയെ അലിഞ്ഞു പോകുന്നു. അപ്പോൾ മനുഷ്യൻ തന്റെ ഉള്ളിലുള്ള ശിവചൈതന്യത്തെ അനുഭവിക്കാൻ തുടങ്ങുന്നു. ശിവപുരാണം പറയുന്നത് വലിയ യാഗങ്ങളോ ദുഷ്കരമായ തപസ്സുകളോ ചെയ്യാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്നാൽ ഭക്തിയോടെ നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് ഏവർക്കും സാധ്യമാണ്. ഈ മന്ത്രം മനുഷ്യനെ ദുഃഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ആത്മീയമായ വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ ശിവഭക്തരുടെ ജീവിതത്തിൽ പഞ്ചാക്ഷരമന്ത്രത്തിന് അത്യന്തം പ്രാധാന്യമുണ്ട്. ഈ മന്ത്രം ഭക്തിയുടെ വഴിയിലൂടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ആത്മാവിനെ ശിവനോടുള്ള ഏകത്വത്തിലേക്ക് നയിക്കുന്ന ശക്തിയാണ്. അടുത്ത വീഡിയോയിൽ ശിവപുരാണം ദിവസം 6. ശിവഭക്തിയുടെ മാർഗവും ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീയ മാറ്റങ്ങളും കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. നിങ്ങൾ ഒരു മഹാദേവ ഭക്തനെങ്കിൽ ദയവായി അദ്ദേഹത്തിനു വേണ്ടി ഒരു കമന്റ് ഇടണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി.